നമസ്കാരം. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പുതിയ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4 ആഴ്ചയായി നീണ്ടു നിൽക്കുന്ന പ്രത്യാക്രമണങ്ങളുടെ നടുവിൽ ഇത് വെറും ഒരു അതിർത്തി സംഘർഷമല്ല, ഒരു വിപുലമായ പ്രാദേശിക യുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28-ന് ആരംഭിച്ച വ്യോമാക്രമണങ്ങൾ ഇറാന്റെ സൈനികവും ആണവാടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടപ്പോൾ അതിന് മറുപടിയായി ഇറാൻ മുഴുവൻ മേഖലയും ഉൾക്കൊള്ളുന്ന പ്രതികാര നീക്കങ്ങളിലേക്ക് കടന്നു. ഇത്തരം പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ വ്യോമസേനയുടെ ശക്തമായ സാന്നിധ്യത്തിന്റെ പ്രതീകമായ USS എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിനെതിരെ ഇറാൻ ക്രൂയിസ് മിസൈൽ പ്രയോഗിച്ചെന്ന അവകാശവാദം ഉയരുന്നത്. ഇത് ശരിയാണോ അതോ പ്രചരണ യുദ്ധത്തിന്റെ ഭാഗമോ എന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സംഭവത്തിന്റെ രാഷ്ട്രീയ സൈനിക പ്രസക്തി വലുതാണ്. അമേരിക്കൻ യുദ്ധക്കപ്പൽ നേരിട്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ഈ സംഘർഷത്തിന്റെ നിയന്ത്രണാതീതമായി മാറാനുള്ള ഭീഷണിയെ കൂടുതൽ ശക്തമാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെ ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനാണ് ഈ വാർത്ത പുറത്തുവിട്ടതെങ്കിലും അമേരിക്കൻ അധികൃതർ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ക്രൂയിസ് മിസൈലുകൾ വിമാനവാഹിനി കപ്പലിന് നേരെ തൊടുത്തുവെന്നാണ് ഇറാന്റെ സൈനിക വിഭാഗം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ കപ്പൽ തങ്ങളുടെ നിരന്തര നിരീക്ഷണത്തിലാണെന്നും അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുമെന്നും ഇറാൻ നാവികസേന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. USS എബ്രഹാം ലിങ്കൺ തങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളുടെ പരിധിക്കുള്ളിൽ പ്രവേശിച്ചാൽ ഉടൻ ആക്രമിക്കുമെന്ന് ഇറാൻ നാവികസേന കമാൻഡർ റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി വ്യക്തമാക്കിയിരുന്നു. കപ്പൽ തങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും ഏത് നിമിഷവും തകർക്കാൻ സജ്ജമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. അമേരിക്കയുടെ തന്ത്രപരമായ കരുത്ത് ഇപ്പോൾ തന്ത്രപരമായ പരാജയമായി മാറിയിരിക്കുകയാണെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം സോൾഫാഖാരി പരിഹസിച്ചു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന 48 മണിക്കൂർ അന്ത്യശാസനത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതിന് പിന്നാലെയാണ് പുതിയ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ ഇന്ധന കേന്ദ്രങ്ങൾ തകർത്താൽ പകരമായി മേഖലയിലുടനീളമുള്ള ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ട്രംപ് തന്റെ കടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. കഴിഞ്ഞ ചില ആഴ്ചകളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കടുത്തതായി തന്നെ തുടരുന്നത്, ഡ്രോൺ ആക്രമണങ്ങൾ, കടൽ മാർഗമുള്ള സംഘർഷങ്ങൾ, വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ, ഈ തരത്തിലെല്ലാം ഈ യുദ്ധം ഒരു സമഗ്ര സൈനിക ഏറ്റുമുട്ടലായി മാറുന്ന സൂചനകളാണ് നൽകുന്നത്. അതോടൊപ്പം ലെബനൻ മുതൽ സൗദി അറേബ്യ വരെ പല രാജ്യങ്ങളും ഈ സംഘർഷത്തിന്റെ തീപ്പൊരി അനുഭവിക്കുകയാണ്. ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പ്രദേശത്തേക്ക് അടുത്തു വരുന്ന ഏത് വൈരശക്തിയെയും ലക്ഷ്യമാക്കുമെന്നാണ്. അതിനിടെ അമേരിക്കയും തന്റെ സൈനിക സാന്നിധ്യം കുറയ്ക്കാനുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. കൂടുതൽ യുദ്ധക്കപ്പലുകളും വ്യോമസേനയും മേഖലയിലേക്ക് നീക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം അമേരിക്കയും ആരംഭിച്ചിട്ടുണ്ട്. ഈ ശക്തി പ്രകടനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. ഇതിനോടൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകൾ പശ്ചാത്തലത്തിൽ നടക്കുകയാണെന്ന സൂചനകൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധഭൂമിയിൽ ആക്രമണങ്ങൾ നിർത്താനുള്ള ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല എന്നതാണ് വാസ്തവം. ഓരോ ദിവസവും പുതിയ ആക്രമണങ്ങൾ, പുതിയ അവകാശവാദങ്ങൾ, പുതിയ ഭീഷണികൾ, ഇവയൊക്കെ ചേർന്ന് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ സംഘർഷം ഇവിടെ തന്നെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ ഒരു ആഗോള പ്രതിസന്ധിയിലേക്ക് വളരുമോ? USS എബ്രഹാം ലിങ്കണിനെതിരെ മിസൈൽ പ്രയോഗിച്ചെന്ന ഇറാന്റെ അവകാശവാദം യുദ്ധം ഇനി ഒരു പുതിയ തലത്തിലേക്ക് കടന്നു എന്നതിന്റെ ശക്തമായ സൂചനയായി മാറുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു യുദ്ധത്തിന്റെ അരികിൽ ലോകം നിൽക്കുമ്പോൾ ഓരോ നീക്കവും നിർണായകമാണ്.